ഗൈസ് 10,000 രൂപ കൊടുത്ത് വെച്ച ചെടിയാണ് ഇപ്പോൾ ഒരു സ്വർണ്ണ 10,000 വെച്ച ചെടിയാണ് ഇപ്പോൾ ഒരു കട്ടൻ ചായക്കുള്ള വകുപ്പിനുള്ളതായിക്കണ് ഉണങ്ങിയിട്ട്. ചില ചെടികൾ ഇങ്ങനെയാണ് ഗൈസ്. ഇതിൻ്റെ പേര് ഫൈക്കസ് എന്നാണ്. അപ്പോൾ നടുമുറ്റ പണിയുന്ന ആൾക്കാർ ഇതുപോലത്തെ ചെടി വെച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇത് മാറ്റാൻ വേണ്ടി പോവാണ്. വേറെ ചെടി നമ്മൾ കൊടുക്കുന്നതായിരിക്കണം. ഇനി ഈ ചെടി നമ്മളോട് വെക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പേരെന്താ ചൈനാഡോളാണ് ഇനി വെക്കണത് ഗൈസ്. ഇതാകുമ്പോൾ ഇല ഇതിനാണ് 1,000 ഉറുപ്പ്യ ഉള്ളൂ, 1,200 ഉറുപ്പ്യ ഉള്ളൂ. പക്ഷെ അതിനാണ് വില. അതിന് 1,200 ഉറുപ്പ്യ ഉള്ളൂ. പക്ഷെ അത് ഇലയൊന്നും കൊഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇത് വെയിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇതിന് പറ്റിയെന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ എന്താണ് വളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിത് നല്ല പറിച്ചെടുത്തുങ്ങാണ്ട് ഇതിൻ്റെ എന്താണ് മാറ്റി വേറെ തൈ വെക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഗൈസ്, നമ്മുടെ വർക്ക് ഏരിയയിലെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, കോൺക്രീറ്റ് കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടെ ടൈൽസും ഇവിടെ നിലത്ത് ഒതിക്കുന്ന നമ്മളെ മറ്റേ എന്താ ഇൻ്റർലോക്ക്, ഇവിടുന്ന് അങ്ങോട്ട് ഇൻ്റർലോക്കും ഇനി അവിടെ ഒരു ഡോറും ഇവിടെ ഓൾറെഡി ഡോറ് വെച്ചു. ഇനി അടുപ്പും കാര്യങ്ങളും സ്ലാബും റാക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് വഴിയേ ചെയ്യണം. ഓക്കെ, റെഡി 1 2 പൈപ്പ് പോരും പൈപ്പ് പറയാം കേട്ടോ. പൈപ്പ് പൊട്ടിയിട്ടല്ലോ. നമ്മളുള്ള ചെടി അങ്ങ് കൊണ്ടുപോണ്ട്. പിന്നെ ഇനി വലുതായി വരണം. ആണ്ടോ, ഇതന്നെ എത്രേ ഉള്ളൂ. ഇതിനേക്കാളും മരം വലിപ്പം ഉണ്ടായിരുന്നു മറ്റേത്. അതിന് കൊമ്പിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും, അതുകൊണ്ടല്ല പോയത്. ഇത് നേരായില്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെടി വെക്കുള്ളൂ. കുറച്ച് മണ്ണിട്ടായി കുറച്ചായാലും എടുക്കാണ്ടി വരും കേട്ടോ. എന്നിട്ട് ആ കല്ല് നേരത്തെ വെച്ച മാതിരി അടുക്കി വെക്കണം. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും വീട്ടിൽ ആ ചെങ്ങായ ചെടി നട്ടില്ല. അവനാ ചെടി എവിടെ കൊണ്ടുവച്ചപ്പോ എന്നിട്ട് എവിടെ വെച്ച് അല്ലേ ഗൈസ്. അപ്പം എന്തായാലും നമ്മളിപ്പോൾ കാർപ്പറ്റൊക്കെ കുറേ ദിവസമായി, ഇത് തിരുമ്പണം എന്ന് വിചാരിച്ച് കുറേ ദിവസമായി കേട്ടോ. ഇനി എന്തായാലും ഒരു ഡീപ്പ് ക്ലീനർ വിളിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഗ്ലാസ്സൊക്കെ എന്താണ് ഒക്കെ ഒന്ന് വലിക്കണം. ഇപ്പോൾ ഈ വർക്ക് ഏരിയ പണിയെടുക്കൊണ്ട് വീണ്ടും പെരപ്പായി ഗൈസ്. ഈ ഏച്ച് കൂട്ടുന്ന പണിയുണ്ടല്ലോ, അത് നല്ല പണിയാണ്. ഓക്കെ, എന്തായാലും വാക്കം ക്ലീനറോട് നിജാസോടെ പൊടി എടുക്കുന്നുണ്ട്. ഫുള്ള് ആദ്യം ഫുള്ള് ചളിയാണ് ഗൈസ്. അപ്പം എന്തായാലും എല്ലാവരും പണിയിലാണ് കേട്ടോ. എല്ലാവരും പണിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയൊക്കെ വെച്ച് വൃത്തിയായില്ലേ. ഇത് മൊത്തം നമ്മളെന്താക്കി, മൊത്തം പെനോയിലോ എന്തോ സാധനം കൊണ്ടൊക്കെ എല്ലാ ടേബിളും അടിച്ച് വൃത്തിയാക്കി. ഇന്ന് മൊത്തം എല്ലാവരും പെരപ്പണിയുമൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. നോക്കി നടുമുറ്റൊക്കെ സെറ്റായില്ലപ്പോൾ ആ ഉണങ്ങിയ മരമൊക്കെ മാറ്റി കല്ലൊക്കെ കഴുകി അതൊന്ന് പറിച്ച് പുതിയ തൈ നട്ട്. എന്തായാലും അത്യാവശ്യം വലുതാവുന്ന തൈയാണ്. പിന്നെ ഇലയൊക്കെ നല്ല സ്ട്രോങ് ഉള്ളതാണ്, കാണാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മറ്റേതിൻ്റെ അത്രയ്ക്ക് തന്നെ ഒരു പ്രൈസ് ഇല്ല, എങ്കിലും കുഴപ്പമില്ല. പ്രൈസിൻ്റെ മാത്രമല്ല, നമുക്ക് നിലനിർത്തണം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കിച്ചണൊക്കെ കിച്ചണിൽ ഉണ്ടോ ഈ ഗ്ലാസ്സിലൊക്കെ ഷെയ്ഡ് വന്നിക്കണം. അപ്പോൾ എന്തായാലും മറ്റോലെ വിളിച്ചിട്ട് ഒക്കെ ഒന്ന് വലിക്കണം, ഗ്ലാസ് തുടക്കണം. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ ഇനി വർക്ക് ഏരിയയിലേക്ക് പോകേണ്ടതാണ്. നിങ്ങൾക്ക് തട്ടാ വേണ്ട വർക്ക് ഏരിയയിൽ? ഇങ്ങനത്തെ ആണോ അതോ പലക? പാത്രം കൈ വെക്കണമൊന്നും വേണ്ടേ? അത് സ്റ്റീലിൻ്റെ വെക്കാം അല്ലേ?
ഓക്കെ. എന്നാൽ പിന്നെ ഇവിടെയും കുറേയൊക്കെ സ്ഥലം സ്പേസ് കിട്ടും. പിന്നെ അവിടെ നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൻ്റെയൊക്കെ സെറ്റാക്കി കറണ്ടൊക്കെ കണക്ഷനാക്കി. എന്ത് ഇനി ഒരു കുടുക്ക മാത്രം വെച്ചാൽ വെള്ളം ഫിൽറ്ററിൽ നിന്ന് പിടിക്കാം. ഇനി ചോറ് വെക്കാനും പിന്നെ അതുപോലെ ചായ വെക്കാനൊക്കെ അതിന് വെള്ളം എടുത്തായിട്ടോ. കറക്റ്റ് നല്ല വെള്ളം കിട്ടും. ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം കിട്ടും കുടിക്കാനൊക്കെ. അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. ചക്കരക്കൊക്കെ ഫുൾ പണിയിലാണ്. അലയൊക്കെ ഫ്രീഡം കിട്ടിയെടുക്കണുണ്ടോ പുറത്തിരുന്നിട്ട്. ഏയ് ഏയ് അലേഹ. അങ്ങനെ മക്കളെ പണികളെല്ലാം കഴിഞ്ഞു. ഫുള്ള് നീറ്റായി വൈകുന്നേരമായിട്ടോ. ഇപ്പോൾ ഓക്കെ പക്ക നീറ്റായില്ലേ. ചെടിയൊക്കെ വെച്ച് പഴയ പോലെ നമ്മളെല്ലാം വൃത്തിയാക്കി കാർപ്പറ്റൊക്കെ ക്ലീനാക്കി. ഇനി ഗ്ലാസ്സും ആക്കിയൊക്കെ ക്ലീൻ ആക്കാണ്ട് അത് ഇൻഷാ അല്ലാ. പിന്നെ ഓക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ കുട്ടി സ്റ്റെപ്പ് കയറി ഇവിടേക്ക് എത്തിക്കണേ. ഇപ്പോൾ താഴത്തേക്ക് നോക്കുന്നുണ്ട്. അതാ അതാ പോണേ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ബാക്കിയൊക്കെ നാളെ കാണാം. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു ചെടി മാറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചാണ് കേട്ടോ. ലേഹ ഓക്കെ. അപ്പോൾ എന്തായാലും വീട് പണി തിരക്കിലാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഏകദേശം പണികളൊക്കെ തീരുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇങ്ങനെ നല്ല ഓരോ പണി എടുത്തിട്ട് പെരപ്പണി ഇങ്ങനെയാണ്. എത്ര ആക്കിയാലും ഇതിൻ്റെ മുറി കൂടില്ല ഗൈസ്. അതിൻ്റെ പേരെന്താണെന്നറിയോ? എന്താണ് എന്തോ പറയുക അതിൻ്റെ ഒങ്ങിൻ്റെ ഇലയൊന്നും അല്ല അത്. പക്ഷെ നമ്മളെ പഴയ ചെടിയുടെ അത്ര വിലല്ല. പക്ഷെ പഴയ ചെടിയായിരുന്നു രസം കാണാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ പിടിക്കണില്ല ഗൈസ്. കയറൽ തുടങ്ങി. നമ്മൾ കയറണ്ട പറഞ്ഞില്ലേ. ഇങ്ങോട്ട് വാ.